ഫസ്റ്റ് ടൈം മോളെ കണ്ടത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ? പിന്നെ ഞാനാണ് ആദ്യം കാണുന്നത് വൈഫിന് മുമ്പ്. ഓ ഓക്കെ. And how was that experience? ഇറ്റ്സ് എ വെരി മെമ്മറബിൾ എക്സ്പീരിയൻസ്. കാരണം ഫോർ ദ ലോങ്സ്റ്റ് ടൈം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് ആൺകുട്ടിയാണെന്ന്. Okay. അപ്പം അങ്ങനെ വിചാരിക്കാനുണ്ടായിരുന്ന ചെയ്തു എന്തോ ഒരു ഹിന്റ് വൺ ഓഫ് ദ ഡോക്ടേഴ്സ് എവറിത്തിങ് ലുക്കിംഗ് ബ്ലൂ. ഓക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാനും സ്വാപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും എൻ്റെ സിസ്റ്റർ 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഐ വാസ് ഹോപ്പിംഗ് ഇറ്റ് വിൽ ബി എ ഗേൾ. ഞാൻ നോക്കിയപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എല്ലായിടത്തും മറ്റേ ബ്ലൂ ബലൂൺസ് ഒക്കെ, ഒരു പിങ്ക് ബലൂൺ ഞാൻ കാണുന്നു. ഉറപ്പിച്ച് ഉറപ്പ് ആൺകുട്ടി. ഓക്കെ, എവിടെ എന്ത് കിട്ടിയാലും ഇറ്റ്സ് എ ബ്ലെസ്സിങ്. പക്ഷെ എന്നാലും ഒരു ഒരാഗ്രഹം. അപ്പോൾ then we went in for surgery and the doctors ആണെങ്കിൽ പറഞ്ഞത് talking to each other like കഴിഞ്ഞ ആഴ്ച മറ്റേത് കണ്ടു അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കാൻ ടോക്കിംഗ് ടു ഉമ്മാനോട് പെട്ടെന്ന് they were like hey you guys want to what do you think it is? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഞങ്ങൾക്ക് അറിയാമോ ഡോക്ടർ ആൺകുട്ടിയാണ്. So then said why don't you take a look? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എത്തി നോക്കിയപ്പോഴത്തേക്ക് he held the baby up. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ I screamed the hospital down. The doctors got scared, the nurses got scared. And then I was like, ഞാൻ ഫുൾ ഒച്ചയും പടർന്നു. അപ്പോൾ as I think Amal by then is under medication, so she was like Mariam, she closed her eyes. അപ്പോൾ we like decided her name. അവളുടെ മനസ്സിലുണ്ടായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ ഇതായിരിക്കും പേര്. ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മാറ്റം ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോയാണ് എല്ലാ വിധത്തിലും. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവളോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ. പൊതുവേ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയും ഒരു ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ ഉണ്ട് ആ പ്രായത്തിലും. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും സ്ട്രെസ് ബസ്റ്ററാണ്.